Hello dear students, Gyan India Learning Academy ഒരുക്കുന്ന ക്രാഷ് കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് 10th ഇംഗ്ലീഷിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ യൂണിറ്റ് 1 ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്ന് പറയുന്ന 3 ചാപ്റ്റേഴ്സ്, യൂണിറ്റിലെ 3 ചാപ്റ്റേഴ്സ്, അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ, അത് കഴിഞ്ഞ് സ്നേക്ക് ആൻഡ് ദ മിറർ, അത് കഴിഞ്ഞ് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്ന 3 ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ അതിൽ 2 ചാപ്റ്റേഴ്സിൻ്റെ നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഓക്കെ, സ്നേക്ക് ആൻഡ് ദ മിററിൻ്റെ ചാപ്റ്ററിൻ്റെതും എടുത്തു കഴിഞ്ഞു, അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെതും എടുത്തു കഴിഞ്ഞു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ലൈൻസ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറഞ്ഞ പോയത്തിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. അപ്പോൾ ലൈൻസ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്ന പോയം എഴുതിയിരിക്കുന്നത് ആരാന്നുള്ളത് നോക്കി വച്ചേക്കുക. വില്യം വേർഡ്സ്വർത്തിൻ്റെ പോയമാണ് ലൈൻസ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്നത്. അപ്പം വില്യം വേർഡ്സ്വർത്തിനെ കുറിച്ച് ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ നിങ്ങളുടെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ബോക്സ് ഒന്ന് നന്നായിട്ട് വായിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. അപ്രീസിയേഷനൊക്കെ ചോദിക്കുന്ന സമയത്ത് അപ്രീസിയേഷൻ എഴുതുമ്പോൾ ഒരു ഫസ്റ്റ് ചെറിയൊരു പാര ഓതറിനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നത് അപ്രീസിയേഷൻ എഴുതുമ്പോൾ നിങ്ങളുടെ ആൻസറിനെ കുറച്ച് ഇംപ്രസീവ് ആക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് വായിച്ചിട്ട് പോയാൽ ഇൻ ദ പോയം ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ഹി ട്രൈസ് ടു അൺഫോൾഡ് എ വേൾഡ് ഓഫ് ബ്യൂട്ടി ആൻഡ് ഹാപ്പിനെസ്. ഈ ലൈൻസൊക്കെ അപ്രീസിയേഷൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ലൈൻസാണ് കേട്ടോ. അതായത് ഇൻ ദ പോയം ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ഹി ട്രൈസ്, അല്ലേ, പോയറ്റ് എന്താണ് നമ്മളോട് കൺവേ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഹി ട്രൈസ് ടു അൺഫോൾഡ് എ വേൾഡ് ഓഫ് ബ്യൂട്ടി ആൻഡ് ഹാപ്പിനെസ്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം lines written in early spring and prepare a note of appreciation considering the theme, imagery and other poetic devices. അപ്പോൾ അപ്രീസിയേഷൻ അതും പ്രത്യേകിച്ച് ഒരു പോയം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളതിൽ യൂസ് ചെയ്തിട്ടുള്ള റൈമിംഗ് സ്കീം എന്താണെന്ന് മനസ്സിലാക്കണം. പോയറ്റിക് ഡിവൈസസ് എന്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നോക്കണം. അതുപോലെ ഇമേജറി എന്താണെന്നുള്ളതും നോക്കണം. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം അപ്രീസിയേഷൻ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ ലൈൻസ് തന്നിട്ടുണ്ട്. എന്ത് ലൈൻസാണ്? ഐ ഹേർഡ് 1,000 blended notes while in a grove I sat ആണ് കേട്ടോ. I sat reclined in that sweet mood when pleasant thoughts bring sad thoughts to the mind. To her fair works did nature link the human soul that through me ran, and much it grieved my heart to think what man has made of man. അതായത് മനുഷ്യനോട്, അല്ലെ, മനുഷ്യവർഗത്തോട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെ, നേച്ചറിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന കുറേ കാര്യങ്ങളെ കുറിച്ചിട്ട് സ്പെസിഫൈ ചെയ്യുന്ന ഒരു പോയമാണ് ഇത് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓൾറെഡി ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അപ്രീസിയേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം അപ്രീസിയേഷൻ നോക്കാം. ലൈൻസ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിംഗ് ഇസ് എ ബ്യൂട്ടിഫുൾ നേച്ചർ പോയം ബൈ ദ മേജർ ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റ് വില്യം വേർഡ്സ്വർത്ത്. അപ്പോൾ അപ്രീസിയേഷൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന നോക്കി എന്ത് ആപ്റ്റായിട്ടാണ് പറഞ്ഞു പോയേക്കുന്നതെന്നൊക്കെ ആ പോയത്തിൻ്റെ പേര് സ്പെസിഫൈ ചെയ്തുകൊണ്ട് തന്നെ അതൊരു ബ്യൂട്ടിഫുൾ നേച്ചർ പോയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഓതറിനെ പരിചയപ്പെടുത്തുവാണ്, അല്ലേ. ഫസ്റ്റ് സെൻറ്റൻസ് വളരെ ബ്യൂട്ടിഫുള്ളി എഴുതിയേക്കുവാണ്, അല്ലേ. ലൈൻസ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിംഗ് ഇസ് എ ബ്യൂട്ടിഫുൾ നേച്ചർ പോയം ബൈ ദ മേജർ ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റ് വില്യം വേർഡ്സ്വർത്ത്. ഇതുപോലെ തന്നെ പഠിച്ചു വയ്ക്കുക കേട്ടോ. ദ പോയം ഡിസ്ക്രൈബ്സ് മിക്സഡ് ഫീലിങ്സ് ഓഫ് ദ പോയറ്റ്, അല്ലേ. പോയറ്റിൻ്റെ മിക്സഡ് ഫീലിങ്സ് ആണ്, അല്ലേ, ബ്ലെൻഡഡ് ആയിട്ട് കിടക്കുവാണ്, അല്ലേ, ഫീലിങ്സ് ബ്ലെൻഡ് ചെയ്ത് കിടക്കുവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോയം ഡിസ്ക്രൈബ്സ് മിക്സഡ് ഫീലിങ്സ് ഓഫ് ദ പോയറ്റ്. He feels the pleasure and peace in nature. At the same time, he grieves the destructive attitude of human beings. Okay, he feels the pleasure and peace in nature. Nature's pleasure and peace അതെല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഹി ഗ്രീവ്സ് ദ ഡിസ്ട്രക്റ്റീവ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഹ്യൂമൻ ബീങ്സ്, അല്ലേ. നമ്മൾ ഹ്യൂമൻ ബീങ്സിൻ്റെ ഡിസ്ട്രക്റ്റീവ് ആറ്റിറ്റ്യൂഡ്സിനെ ഓർത്തിട്ട് അദ്ദേഹത്തിന് ആ ഒരു വിഷമവും കൂടി നമ്മൾ ഈ പോയത്തിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ്. He uses various poetic devices to make the poem beautiful. Example of personification such as every flower enjoys the air it breathes and nature's holy plan add the beauty to the poem. അപ്പോൾ വേരിയസ് പോയറ്റിക് ഡിവൈസസ് യൂസ് ചെയ്തിട്ടുണ്ട്. ആ പോയറ്റിക് ഡിവൈസസ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് അതെല്ലാം അപ്രീസിയേഷൻ എഴുതുമ്പോൾ സ്പെസിഫൈ ചെയ്ത് എഴുതുക. ഇമേജറി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, റൈമിംഗ് സ്കീം ഉണ്ടെങ്കിൽ അത് എല്ലാം കേട്ടോ, തീമും എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം അപ്രീസിയേഷൻ എഴുതാൻ വേണ്ടിയിട്ട്.
So examples of personification അല്ലേ such as every flower enjoys the air it breathes അല്ലേ ഫ്ലവർ എയർ ബ്രീത്ത് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു അത് പേഴ്സോണിഫിക്കേഷൻ ആണ് ലൈക്ക് ജീവനില്ലാത്ത ഒരു വസ്തുവിനെ ജീവനുള്ളതുമായിട്ട് കമ്പയർ ചെയ്ത് എഴുതിയിരിക്കുന്നു അതിനെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത് സോ എവറി ഫ്ലവർ എൻജോയ്സ് ദ എയർ ഇറ്റ് ബ്രീത്ത്സ് ആൻഡ് നേച്ചേഴ്സ് ഹോളി പ്ലാൻ നേച്ചറിന് ഒരു ഹോളി പ്ലാൻ ഉണ്ട് എന്നുള്ളതും ഒരു പേഴ്സോണിഫിക്കേഷൻ ആണ് ഓക്കെ add beauty to the poem. He lavishly uses visual imageries throughout the poem. ഒരുപാട് വിഷ്വൽ ഇമേജസും ത്രൂ ഔട്ട് ദ പോയം നമ്മുടെ പോയറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. The birds around me hoped and played and the budding twigs spread out their fan. ഇതെല്ലാം വിഷ്വൽ ഇമേജറീസ് ആണ് അല്ലേ ബേർഡ്സ് അറൗണ്ട് മീ ഹോപ്ഡ് ആൻഡ് പ്ലേഡ് അല്ലെ ബേർഡ്സ് പ്ലേ ചെയ്യുന്നതും പിന്നെ ബഡിങ് ട്വിഗ്സ് സ്പ്രെഡ് ഔട്ട് ദെയർ ഫാൻ ബഡിങ് ട്വിഗ്സ് എല്ലാം ദെയർ ഫാൻ സ്പ്രെഡ് ഔട്ട് ചെയ്യുന്നതെല്ലാം നമുക്ക് വിഷ്വൽ എക്സാമ്പിൾസ് തരുന്ന കാര്യങ്ങളാണ് സോ ആർ ഗുഡ് എക്സാമ്പിൾസ് ഓഫ് വിഷ്വൽ ഇമേജറി ഇൻ ഐ ഹാഡ് 1,000 blended notes we see the beauty of an auditory image okay 1,000 I heard 1,000 blended notes എന്ന് പറയുമ്പോൾ അത് നമുക്ക് എന്താ വിഷ്വൽ അല്ലേ ഹേർഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഓഡിറ്ററി ഇമേജ് ആണ് അല്ലേ മറ്റതൊക്കെ എന്താണ് വിഷ്വൽ ഇമേജസ് ആണ് ദ യൂസ് ഓഫ് അലിട്രേഷൻ ഇൻ ദ ലൈൻ വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ എന്നുള്ളത് അല്ലേ അലിട്രേഷൻ എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ അലിട്രേഷൻ എന്ന് പറയുമ്പോൾ ഒരേ സെൻറ്റൻസിൽ തന്നെ ഒരേ അതായത് പ്രൊനൗൺസിയേഷൻ വരുന്ന വേർഡ്സ് മാൻ മെയ്ഡ് മാൻ എന്നുള്ളത് എം അല്ലേ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെ നമ്മൾ അലിട്രേഷൻ എന്ന് പറയും ദ യൂസ് ഓഫ് അലിട്രേഷൻ ഇൻ ദ ലൈൻ വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ മേക്സ് ദ ലൈൻസ് മോർ അപ്രീഷിയബിൾ അതുപോലെ തന്നെ മെറ്റഫർ കാണുമായിരിക്കും അല്ലേ ഒരു കാര്യത്തിനെ മറ്റൊരു കാര്യമായിട്ട് കമ്പയർ ചെയ്യുന്നതിനെ നമ്മൾ മെറ്റഫർ എന്ന് പറയും പിന്നെ റിഫ്രെയിൻ കാണുമായിരിക്കും അല്ലെ റിഫ്രെയിൻ എന്ന് പറയുമ്പോൾ ഒരേ സെൻറ്റൻസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അല്ലെ പോയത്തിൻ്റെ ഇടയ്ക്ക് ഒരേ സെൻറ്റൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിന് നമ്മൾ റിഫ്രെയിൻ എന്ന് പറയും അങ്ങനെ ഈ ഓരോ പോയറ്റിക് ഡിവൈസസും ഓഡിറ്ററി ഇമേജസിനെ കുറിച്ചും വിഷ്വൽ ഇമേജസിനെ കുറിച്ചും ഒക്കെ പോയത്തിൽ എന്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക പിന്നെ അപ്രീസിയേഷൻ എഴുതുമ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് അപ്രീസിയേഷൻ എഴുതുക ഓക്കെ ദ റൈം സ്കീം ഫോളോഡ് ഇസ് AB കണ്ടോ റൈം സ്കീമിനെ കുറിച്ച് വരെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫോളോഡ് ഇസ് AB എന്നുള്ളത് അപ്പോൾ ഇത് ജസ്റ്റ് സാമ്പിൾ മാത്രമാണ് ഒരു അപ്രീസിയേഷൻ എഴുതാൻ ചോദിക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല മാർക്കിനായിരിക്കും ചോദിക്കുന്നത് കുറഞ്ഞൊരു മാർക്കിന് ചോദിക്കില്ലല്ലോ അപ്പം ഇത്രയും മാത്രം എഴുതിയത് കൊണ്ട് ആ മാർക്ക് സ്പെസിഫൈ ചെയ്യുന്ന മാർക്ക് ഫുള്ളും കിട്ടണം എന്നില്ല അപ്പം നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള പോയിൻറ്റ്സിൽ കുറച്ചും കൂടെ നിങ്ങൾ ഇതിനെ ഇലാബറേറ്റ് ചെയ്ത് എഴുതുക ഓക്കെ ആണല്ലോ എങ്ങനെയാണ് ഒരു അപ്രീസിയേഷൻ എഴുതേണ്ടതെന്നുള്ളത് അറിയാമല്ലോ ബേസിക് നീഡ്സ് എന്താണ് ഒരു അപ്രീസിയേഷൻ്റെ നീഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു അത് വെച്ചിട്ട് നിങ്ങൾ ബാക്കി എഴുതുക ആൻസർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോയം ലൈൻസ് റിട്ടൺ ഇൻ ദ ഏർലി സ്പ്രിംഗ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ ഓക്കെ ഞാൻ മുന്നേയും വീഡിയോസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഒരു പോയത്തിൽ നിന്ന് നമുക്ക് ഹൈലി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് മെയിൻ 2 ക്വസ്റ്റ്യൻസ് ആണ് ഒന്നെന്ന് പറയുന്നത് ലൈൻസ് കുറച്ച് തന്നിട്ട് അതിൻ്റെ സബ് ക്വസ്റ്റ്യൻസ് ചോദിക്കും അതിൻ്റെ ആൻസേഴ്സ് എഴുതാനായിരിക്കും പിന്നെ ചോദിക്കുന്നതെന്ന് പറയുന്ന മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അപ്രീസിയേഷനാണ് അപ്രീസിയേഷൻ എഴുതുമ്പോൾ ഞാൻ നേരത്തെ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും എന്തൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചേക്കുക എന്നിട്ട് അത് ഇൻക്ലൂഡ് ചെയ്ത് സെൻറ്റൻസ് ആക്കി എഴുതി നല്ലൊരു അപ്രീസിയേഷൻ ആ പോയത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതുക അതാണ് ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താ ഐ ഹേർഡ് ടിൽ മെയ്ഡ് ഓഫ് മാൻ അതായത് നമ്മൾ തൊട്ട് മുന്നത്തെ ഇതിൽ കണ്ട ആ അത്രയും ലൈൻസ് തന്നെയാണ് ഓക്കെ അപ്പം ആ ലൈൻസ് വായിച്ചിട്ട് എന്താ ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നതെന്ന് നോക്കാം 4 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് വാട്ട് ഡസ് എ പോയറ്റ് മീൻ ബൈ ദ എക്സ്പ്രഷൻ 1,000 blended notes അപ്പോൾ പോയറ്റ് എന്താണ് ഉദ്ദേശിച്ചേക്കുന്നത് 1,000 blended notes എന്നുകൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത് എന്താണെന്ന് ചോദിച്ചേക്കുന്നത് By the expression 1,000 blended notes, the poet means the pleasing harmonious sounds from nature. അപ്പോൾ 1,000 blended notes കേട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്താ ഉദ്ദേശിച്ചേക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത് അതായത് നേച്ചറിൻ്റെ ഹാർമോണിയസ് സൗണ്ട്സിനെയാണ് ആ 1,000 blended notes ആയിട്ട് പോയറ്റ് കമ്പയർ ചെയ്തേക്കുന്നത് സോ ബൈ ദ എക്സ്പ്രഷൻ 1,000 blended notes, the poet means the pleasing harmonious sounds from nature. നേച്ചറിൽ നിന്ന് കേൾക്കുന്ന സൗണ്ട്സ് അടുത്ത എന്താ ക്വസ്റ്റ്യൻ വൈ ഡിഡ് ദ പ്ലസൻറ്റ് തോട്ട്സ് ബ്രിങ് സാഡ് തോട്ട്സ് ടു ദ പോയറ്റ്സ് മൈൻഡ് അല്ലേ അപ്പം മിക്സഡ് ഫീലിംഗ് ആണ് ഈ പോയത്തിനുള്ളതെന്ന് നമ്മൾ ആദ്യമേ പഠിച്ചു അതായത് ഒരു ഇതുവരെ പോയറ്റിൻ്റെ മനസ്സിൽ എന്താ കുറേ നല്ല
തോട്ട്സ് ആണ് അല്ലേ, ഹാപ്പി തോട്ട്സ് ആണുള്ളത്. പിന്നെ ഒരു ഇത് കഴിഞ്ഞിട്ട് പോയറ്റിൻ്റെ മനസ്സിലേക്ക് കുറച്ച് സാഡ് തോട്ട്സും വരുന്നുണ്ട്. അപ്പോൾ ഒരു മിക്സഡ് ഫീലിംഗ് ആണ് പോയം നൽകുന്നതെന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പം വൈ ഡിഡ് ദ പ്ലസൻറ്റ് തോട്ട്സ് ബ്രിങ് സാഡ് തോട്ട്സ് ടു ദ പോയറ്റ്സ് മൈൻഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, സാഡ് തോട്ട്സ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചേക്കുന്നത്. എന്താണ് ആൻസർ? ദ തോട്ട്സ് അബൌട്ട് മാൻസ് ക്രൂവൽറ്റി ടുവേർഡ്സ് നേച്ചർ ആൻഡ് ഹിസ് ഫെല്ലോ ബീയിങ്സ് ബ്രോട്ട് സാഡ് തോട്ട്സ് ടു ദി പോയറ്റ്സ് മൈൻഡ്. അപ്പം ഈ ഹാർമോണിയസ് സൗണ്ട്സൊക്കെ കേട്ട് ആ ബേർഡ്സ് പ്ലേ ചെയ്യുന്നതൊക്കെ കണ്ട് അതൊക്കെ ആസ്വദിച്ചിരിക്കുന്നതിൻ്റെ ഇടയിലും പോയറ്റിൻ്റെ മനസ്സിലേക്ക് സാഡ് തോട്ട്സ് വരുന്നത് എന്തുകൊണ്ടാണ്? മാൻസ് ക്രൂവൽറ്റി ടുവേർഡ്സ് നേച്ചർ ആൻഡ് ഹിസ് ഫെല്ലോ ബീയിങ്സ് ബ്രോട്ട് സാഡ് തോട്ട്സ് അല്ലേ. നമ്മൾ മനുഷ്യരുടെ ക്രൂവൽറ്റി ടുവേർഡ്സ് നേച്ചർ ആൻഡ് ഫെല്ലോ ബീയിങ്സ് അല്ലേ, നേച്ചറിനോടും മനുഷ്യൻ ക്രൂരത കാണിക്കുന്നുണ്ട്. നമ്മൾ ഈ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഈ ഒരു അല്ലേ നമ്മുടെ മനുഷ്യവർഗത്തോടും മനുഷ്യൻ തന്നെ ക്രൂരത കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് പോയിറ്റിൻ്റെ മൈൻഡിലേക്ക് മീൻസ് സാഡ് തോട്ട്സ് കൊണ്ടുവരുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? പിക്ക് ഔട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ഓഡിറ്ററി ഇമേജ് ഫ്രം ദ ഗിവൺ ലൈൻസ്. ഗിവൺ ലൈൻസിൽ നിന്നും ഓഡിറ്ററി ഇമേജ് പിക്ക് ഔട്ട് ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പം എന്തായിരിക്കും? ഐ ഹേർഡ് 1000 ബ്ലെൻഡഡ് നോട്ട്സ് എന്നുള്ളതാണ് ഓഡിറ്ററി ഇമേജ് അല്ലേ. ഓഡിറ്ററി ഇമേജ് പറയുമ്പോൾ നമുക്കറിയാം ഓഡിറ്ററി കേൾക്കുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഐ ഹേർഡ് 1000 ബ്ലെൻഡഡ് നോട്ട്സ് തന്നെയാണ് അവിടുത്തെ ഓഡിറ്ററി ഇമേജ്. അതിൽ വേറെ ഡൗട്ടൊന്നും വരേണ്ട ആവശ്യമില്ലല്ലോ. വിഷ്വൽ ഇമേജ് ചോദിക്കുമ്പോൾ വിഷ്വൽ ഇമേജ് ഏതാണോ അത് എഴുതുക. ഓക്കെ, അപ്പോൾ ഐ ഹേർഡ് 1000 ബ്ലെൻഡഡ് നോട്ട്സ് ആണ് ഇവിടുത്തെ ഓഡിറ്ററി ഇമേജ്. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ? ഐഡൻറ്റിഫൈ ദ ലൈൻസ് ദാറ്റ് ടെൽസ് us നേച്ചർ ഇസ് ലിങ്ക്ഡ് ടു ദ സോൾ ഓഫ് ഹ്യൂമൻ ബീങ്സ്. ഐഡൻറ്റിഫൈ ദ ലൈൻസ് ദാറ്റ് ടെൽസ് us നേച്ചർ ഇസ് ലിങ്ക്ഡ് ടു ദ സോൾ ഓഫ് ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്ന ലൈൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ടു ഹാവ് ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിങ്ക് ദ ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മീ റാൻ എന്നുള്ളതാണ് അല്ലേ. ടു ഹാവ് ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിങ്ക് ചെയ്യുന്നത് എന്താണ്? ഹ്യൂമൻ സോൾ ദാറ്റ് റാൻ ത്രൂ മീ, അത് എന്നിലൂടെയും കടന്നു പോകുന്ന അല്ലേ ആ ഒരു ഹ്യൂമൻ സോളാണ്, അത് നേച്ചറുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുവാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലൈനാണ് ടു ഹാവ് ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിങ്ക് എ ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മീ റാൻ എന്ന് പറയുന്നത് തന്നെയാണ് ദാറ്റ് ലൈൻസ് വിച്ച് ടെൽസ് us നേച്ചർ ഇസ് ലിങ്ക്ഡ് ടു ദ സോൾ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് എന്ന് ഉദ്ദേശിക്കുന്ന ലൈൻസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ പോയത്തിൽ നിന്ന് മെയിനായിട്ടും ചോദിക്കാൻ പറ്റുന്ന 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു. അത് ഈ 2 ക്വസ്റ്റ്യൻസ് ആണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചു അല്ലെങ്കിൽ വേറെ കുറച്ച് സെറ്റ് ഓഫ് ലൈൻസ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പം നിങ്ങൾ പോയം ഫസ്റ്റ് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്രീസിയേഷൻ എഴുതേണ്ടത് എന്തൊക്കെയാണ് അല്ലേ, തീം നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക, എങ്കിൽ മാത്രമേ അപ്രീസിയേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതോടുകൂടി നമ്മൾ ആ ഫസ്റ്റ് യൂണിറ്റിലെ 3 ചാപ്റ്റേഴ്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിക്കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റേഴ്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.